രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഓഗസ്റ്റ് 20 ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയവർ പണം വാങ്ങിക്കൊണ്ടാണ്, അതായത് ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ടാണ് അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടു. ഇപ്പോഴിതാ ഒരു സഖാവും കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അതായത് മുഖ്യധാര മാധ്യമ ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന, ദൃശ്യമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ്: എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ജനപിന്തുണ ലഭിക്കുന്നത്? ചോദിക്കുന്ന ചോദ്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ജനപിന്തുണ ലഭിക്കുന്നത്? പിന്നെ നമ്മൾ എത്രയേറെ പണിയെടുത്തു, ഇതാണ് വാക്കുകൾ. നമ്മൾ എത്രയേറെ പണിയെടുത്തു, എന്നിട്ടും എന്താണ് ഇങ്ങനെ ജനപിന്തുണ അയാൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ 20-ാം തീയതി റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി എന്ന് അവകാശപ്പെടുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നപ്പോ ആ ആരോപണത്തിന് പിറകെ കൂടിക്കൊണ്ട്, അതിനെ ആയുധമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ അയാൾക്കെതിരെ വ്യാജമായി ഉണ്ടാക്കിയെടുത്ത തെളിവുകളും ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും AI നിർമ്മിത ഓഡിയോ ക്ലിപ്പുകളും അടക്കം പുറത്തു വിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ ഉണ്ടാക്കി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരെ ഉണ്ടാക്കാൻ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ സാങ്കല്പിക പരാതിക്കാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ, തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയപ്പോൾ, മറ്റൊരു ഭാഗത്ത് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും ഇത്തരത്തിൽ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുവാനുള്ള തിടുക്കത്തിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 20-നാണ് ഈ ഒരു ആരോപണം ഫസ്റ്റ് പുറത്തു വരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓഗസ്റ്റ് 20-ന് രണ്ടാമതായിട്ട് ആരോപണം ഉയർത്തിയ വ്യക്തിയാണ് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമൺ. ഈ ട്രാൻസ് വുമൺ ഓഗസ്റ്റ് 20-ന് റിനിക്ക് പിന്നാലെ ഇത്തരത്തിൽ ആരോപണമായി പുറത്തു വരുമ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ഈ അവന്തിക തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു പറയുന്നു, ചേട്ടാ സൂക്ഷിക്കണം, നിങ്ങൾക്കെതിരെ അണിയറയിൽ ഒരു കെണി ഒരുങ്ങുന്നുണ്ട്. അതായത് ഇതേ തരത്തിൽ ഓഗസ്റ്റ് 1-ന് ഒരു മാധ്യമ പ്രവർത്തകൻ ഇതേ തരത്തിൽ അവന്തികയെ വിളിച്ചുകൊണ്ട് സാങ്കല്പിക ഇരയാവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവന്തിക അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ചേട്ടാ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 20-ന് റിനി ആരോപണമായിട്ട് വരുന്നു. റിനിക്കെതിരെ ഇപ്പൊ അന്വേഷണം നടത്തണം, റിനി ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ച പരാതികൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവിയെയും ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചുകൊണ്ട് അവരെ സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അന്ന് ശ്രീനാദേവിയെ അവർ സമീപിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ ശ്രീനാദേവി എന്ന് പറയുന്നത് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തെ അവർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഒരേ നാട്ടുകാരാണ്, ഒരേ പ്രദേശക്കാരാണ് എന്ന അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു ബന്ധം പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഒരു ജെന്യൂനിറ്റി അതിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള തരത്തിലാണ് ഇവർ ശ്രീനാദേവിയെ സമീപിച്ചത്. ബട്ട് ശ്രീനാദേവി ആവട്ടെ അതിന് നിന്നുകൊടുത്തില്ല എന്ന് മാത്രമല്ല, അവർ ഈ കാര്യം പരസ്യമായിട്ട് പൊതുമധ്യത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഒരു തലക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ മുന്നിൽ നിന്ന് സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ, മറ്റൊരു ഭാഗത്ത് പലരും ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ളതാണ്. ആ ഗൂഢാലോചനയുടെ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സംസാരിച്ചതിന്റെ വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അത് അവർ സംസാരിക്കാൻ ഇടയുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം ഓഗസ്റ്റ് 20-ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയരുന്നു. ഈ ആരോപണം
ആരോപണം ഉയർന്ന ഉടനെ രാഹുൽ മാങ്കൂട്ടം ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയായിരുന്നു റിനി ജോർജ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. ആ പത്രസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഇത് എന്നെ ഉദ്ദേശിച്ചായിരിക്കില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തിയത് ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ അത് വലിയൊരു വേട്ടയാടലിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ താൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് മാധ്യമങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം എന്ന് പറയുന്നത് അത് അവന്തിക ഓഗസ്റ്റ് 1 രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സംസാരിച്ചതുമായ കാര്യങ്ങൾ, അന്ന് ചേട്ടാ സൂക്ഷിക്കണമെന്ന് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞ കാര്യങ്ങളെ പുറത്തുവിടാനായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമതൊരു പത്രസമ്മേളനം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അയാൾ പത്രസമ്മേളനം നടത്തിയിട്ടില്ല, അയാൾ പൊതുമധ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം 3 തവണയാണ് സോഷ്യൽ മീഡിയയിലൂടെ അയാൾ ചില പോസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അത് ഒന്ന് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 24-നാണ്. ഓഗസ്റ്റ് 24-ന് ഇയാൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വോട്ടധികാർ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചു. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയിലെ ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഗസ്റ്റ് 24-ന്, അതായത് ആരോപണങ്ങൾ ഉയർന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത്. ഈ കുറിപ്പിനാവട്ടെ 82,000-ന്റെ മുകളിൽ ലൈക്കുകൾ ലഭിച്ചു, 25,000-ലേറെ കമന്റുകൾ അതിന് ലഭിച്ചു, 2,500-ലേറെ ഷെയറുകൾ ആ ഒരു കുറിപ്പിന് അതിന് ലഭിച്ചു. അതായത് വലിയ സ്വീകാര്യത. കമന്റ് ബോക്സിൽ നിറയെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ. കാര്യം വോട്ടധികാർ യാത്രയുമായിട്ടാണ് കാര്യങ്ങൾ പങ്കുവെച്ചതെങ്കിലും ഏറ്റവും അധികം പിന്തുണ ആ കമന്റ് ബോക്സ് നിറയെ, അതിന്റെ മെജോറിറ്റി ഭാഗവും 99% കമന്റുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പങ്കുവെക്കുന്നത് 10 ദിവസങ്ങൾ കഴിഞ്ഞു. ഓഗസ്റ്റ് 24 കഴിഞ്ഞ് 10 ദിവസങ്ങൾ കഴിഞ്ഞു. സെപ്റ്റംബറിൽ അയാൾ വീണ്ടും ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു. ആ പങ്കുവെച്ച പോസ്റ്റ് പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായത്. അതിൽ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിടേണ്ടി വന്നത്. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കുടുക്കാനും ശ്രമിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ പോരാട്ടത്തിൽ സുജിത്തിന് എല്ലാവിധ പിന്തുണകളും നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് പങ്കുവച്ചത്. അതായത് ഓഗസ്റ്റ് 24 കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പങ്കുവെച്ച പോസ്റ്റ് ഈ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സുജിത്തിന് നേരിടേണ്ടി വന്ന ആ പോലീസിന്റെ മർദ്ദനത്തെ കുറിച്ചുള്ള വീഡിയോ വിഷ്വലുകൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഈ ഒരു പോസ്റ്റിനും 50K-ലധികം, അതായത് 50K-ലധികം ലൈക്കുകൾ ലഭിച്ചു, 11K-ലധികം കമന്റുകൾ, ഷെയറുകൾ 10K-ലധികം, 1.4 മില്യൺ വ്യൂസ് ആണ് ആ ഒരു പോസ്റ്റിന് ലഭിച്ചത്. 1.4 മില്യൺ വ്യൂസ്. ഇതിന്റെയും കമന്റ് ബോക്സിൽ നിറയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനു വേണ്ടി പ്രവർത്തകർ കാത്തിരിക്കുന്നു എന്നുള്ള കമന്റുകളാണ് ഇതിന്റെയും കമന്റ് ബോക്സിൽ നിറയെ വന്നത്. പ്രതിഷേധങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, വളരെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഇതിന്റെയൊക്കെ കമന്റ് ബോക്സിലുണ്ട്. ബട്ട് മെജോറിറ്റി ഭാഗവും അതിന്റെ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിനുള്ളതായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തിരുവോണ ദിനത്തിൽ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എന്ന ഒരു ഒറ്റ വരി, ഒരു സെന്റൻസ് കൊണ്ട് അദ്ദേഹം ഓണാശംസകൾ നേർന്നു. അവിടെ ചിത്രങ്ങളൊന്നും പങ്കുവച്ചില്ല. ഇതിന് 71K ലൈക്കുകൾ ഉണ്ടായി. 21K കമന്റുകൾ അതിന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞു. ഈ കമന്റ് ബോക്സിൽ നിറയെയും ഓണാശംസകൾ നേരുന്നതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ, അയാൾ തിരിച്ചുവരവിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ള കമന്റുകളാണ് നിറയെ. അതിൽ പ്രമുഖരായിട്ടുള്ള പലരും വന്ന് കമന്റ് ചെയ്തു, അയാൾക്ക് ഓണാശംസകൾ നേർന്നു, അയാളുടെ തിരിച്ചുവരവിനു വേണ്ടി. അങ്ങനെ അയാൾ
തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണ്. അയാൾക്ക് തിരിച്ചുവരവിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരുപാടധികം കമന്റുകൾ, 10,000-കധികം കമന്റുകൾ അതിൽ കമന്റ് ബോക്സ് നിറഞ്ഞു. ഇത് കണ്ടപ്പോ ഇപ്പം പൊതുസമൂഹത്തിലും വലിയ ചർച്ചയാവുകയാണ്. കാരണം ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇങ്ങനെയൊക്കെ വേട്ടയാടിയിട്ടും വ്യാജമായ ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും നിർമ്മിച്ചുവരെ പൊതുമധ്യത്തിലേക്ക് പടച്ചുവിട്ടിട്ടും എന്തേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ജനപിന്തുണ എന്ന ചർച്ചയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലും പൊതുമധ്യത്തിലും നടക്കുന്നത് എന്നുള്ളതാണ്. അയാളുടെ ജനപിന്തുണ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്. സഖാക്കളുടെ വേട്ടക്കാരുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. കാരണം ഇത്രയധികം സ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ അയാളെ ഒരു സ്ത്രീ ലംബടനാക്കി അയാളെ ചിത്രീകരിച്ചിട്ടും അയാൾക്കെതിരെ ഇത്തരത്തിൽ AI നിർമ്മിത ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പടച്ചു വിട്ടിട്ടും അയാൾക്ക് എന്താണ് ഇത്ര പിന്തുണ? അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് പിന്തുണയുമായി വരുന്നത് അധികവും വീട്ടമ്മമാരാണ്. വീട്ടമ്മമാർ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല, സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങൾ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ല. നിങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വീട്ടമ്മമാർ ഉൾപ്പെടുന്ന ആളുകൾ വന്നുകൊണ്ട് കമന്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ പിന്തുണക്കുന്നത് കാണുമ്പോൾ ആരുടേതായാലും കണ്ണൊന്ന് തള്ളിപ്പോവില്ലേ? ഇല്ലേ? യെസ്, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണത്തിന്റെ ക്ലിപ്പുകൾ പുറത്തു വരുന്നത്. അതായത് ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അയാൾ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഇത്രയധികം വേട്ടയാടലുകൾ നടത്തിയിരിക്കുന്നത്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഹാലിളകുകയാണ്. ഇനി എന്താണ് ഇയാൾക്കെതിരെ, എന്തായുധമാണ് എടുത്ത് പ്രയോഗിക്കുക എന്ന കൺഫ്യൂഷനിലാണ് വേട്ടക്കാരും ഗൂഢാലോചനക്കാരും ഈ മാധ്യമ പ്രവർത്തകരും ഉള്ളത്.